ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന്റെ ആമുഖ പ്രസംഗത്തോടെയാണ് പ്രതിരോധ കൂട്ടായ്മ ആരംഭിച്ചത്. ഇനിയും ഞങ്ങൾ മൗനം പാലിച്ചാൽ ചരിത്രത്തോട് ഞങ്ങൾ ചെയ്യുന്ന കുറ്റകൃത്യമായിരിക്കും. അത് കേവലം ഒരു കമലിനോ എംഡിക്കോ വേണ്ടിയല്ല, അത് മോഹൻലാലിന് വേണ്ടിയല്ല, അത് സുരേഷ് ഗോപിക്ക് വേണ്ടിയല്ല, അത് കമൽ സി ചാറയ്ക്ക് കൂടി വേണ്ടിയാണ്. തുടർന്ന് വേദിയിലെത്തിയവരെല്ലാം കമലിനും MT വാസുദേവൻ നായർക്കുമെതിരെയുണ്ടായ പ്രസ്താവനകളെ അപലപിച്ചു. ഒന്നായിരുന്ന ഒരു രാജ്യം രണ്ടായി പകുത്തുപോയതിന്റെ വേദനയിൽ നിന്ന് പിറന്ന രാജ്യമാണ് നമ്മുടേത്. നമ്മൾ അവിടേക്കാണോ തിരിച്ചു പോകേണ്ടത്? കലാകാരൻ ഈ സമൂഹത്തിന്റെ പൊതുസ്വത്താണ്. ആ കലാകാരനെ സ്വാതന്ത്ര്യമായി അവന് ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ അനുവദിക്കുക. സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനായിട്ട് ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന അവസ്ഥ അത് ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. കലാകാരൻ മാത്രമാണ് ഇതിനൊരു പ്രതിനിധി. ഇത് കലാകാരന്റെ സ്വാതന്ത്ര്യം വിശ്വസിക്കാനുള്ള കലാപത്തിന്റെ കൂട്ടായ്മയാണ്. ഒടുവിൽ ഫാസിസത്തിനെതിരെയുള്ള പ്രതിജ്ഞ നടി മഞ്ജു വാര്യർ ചൊല്ലിക്കൊടുത്തു. ഒരു പാരമ്പര്യമാണ് ഛിന്നഭിന്നമായി പോകുക. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.